ഹലോ നമസ്കാരം, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എല്ലാവർക്കും മിയാസ് ഫുഡ് ബുക്കിലേക്ക് സ്വാഗതം. ഇന്നൊരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദീപാവലി അല്ലേ വരാൻ പോകുന്നത്, അപ്പം അടുത്ത ദിവസങ്ങളിലും സ്വീറ്റ്സ് റെസിപ്പീസ് ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വാക്ക് പാലിച്ചുകൊണ്ട് ഞാനൊരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലഡു എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് മെനക്കെട്ടുള്ള പണിയല്ലേ, അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വെറും 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ പണി കഴിഞ്ഞു. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വലിയ ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ്, അന്ന് സ്വീറ്റ് റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ദീപാവലിക്ക് ട്രൈ ചെയ്യണം. അപ്പോൾ ദീപാവലി ആവണമെന്നൊന്നുമില്ല, വൈകിട്ട് കുട്ടികൾക്ക് 4 മണിക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പലഹാരം കൂടിയാട്ടോ. കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടമാവുകയും ചെയ്യും. അത് നമുക്കാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ എങ്ങനെയാണ് ഈ സ്വീറ്റ് ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് മുന്നായിട്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് വീഡിയോ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം. നമുക്ക് എങ്ങനെയാണ് സ്വീറ്റ് ഉണ്ടാക്കാമെന്ന് നോക്കാം. ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ബൗളിലേക്ക് ഞാനൊരു എഗ്ഗ് പൊട്ടിച്ചൊഴിക്കാൻ പോവാണ്. അപ്പോൾ ആ എഗ്ഗിൻ്റെ ഫുള്ളായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നുള്ളൂ. നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കുമ്പോൾ കൂടുതൽ അളവ് മുട്ട വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മുട്ടയുടെ ഒരു ടേസ്റ്റ് മുൻതൂക്കം നിൽക്കും. അപ്പോൾ അത് കാരണം അതിൻ്റെ പകുതി ഞാൻ മാറ്റിയെടുക്കുകയാണ്. ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പും പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു ഹാൻഡ് ബീറ്റർ യൂസ് ചെയ്തിട്ട് ഞാനൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഹാൻഡ് ബീറ്റർ ഒന്നും വേണ്ട, ഒരു ഫോർക്ക് യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരു സ്പൂൺ യൂസ് ചെയ്തിട്ടോ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ഒരു ഗ്ലാസ് മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് കുറേശ്ശെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ പോവാണ്. ഒരു ഗ്ലാസ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് തിളച്ച വെള്ളമാണ്. അപ്പം ഞാൻ ഒരു പാനിൽ വെള്ളം തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പം അതിൽ നിന്ന് കുറേശ്ശെ വെള്ളമായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോവാണ്. അളന്നെടുത്ത സെയിം ഗ്ലാസ്സിൽ ഒരു 1/2 ഗ്ലാസ് തിളച്ച വെള്ളം എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് കുറേശ്ശെ ഒഴിച്ചതിന് ശേഷം ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം ആവശ്യാനുസരണം നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. ഞാനൊരു 1/4 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചത്. ഈ ഒരു ലെവലിലുള്ള വെള്ളം മതി. ഇനി നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കണം. അപ്പൊ കൈ വെച്ച് ചെയ്യുമ്പോൾ ചൂടുണ്ടാവും എന്നുള്ള കാരണമാണ് ഞാൻ സ്പൂൺ വെച്ചിട്ട് ചെയ്യുന്നത്. നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം എല്ലാ സൈഡിലും. ഇതിലേക്ക് നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഞാൻ ഒരു ടീസ്പൂൺ നെയ്യാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. അപ്പൊ നെയ്യിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേഞ്ച് ചെയ്യാം. ഞാനിപ്പോ നെയ്യാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമുക്കൊന്ന് കുഴച്ചെടുക്കാം. അപ്പൊ ഇത് അധികം ചൂടില്ല, നമ്മൾ 1/4 ഗ്ലാസ് വെള്ളമല്ല ഇതിലേക്ക് ആകെ ഒഴിച്ചിട്ടുള്ളൂ. നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം. അപ്പൊ ആ നെയ്യിന്റെ ഒരു ടേസ്റ്റ് ഒക്കെ എല്ലാത്തിലേക്ക് ആവുന്ന തരത്തില്. അപ്പൊ അവസാനം നെയ്യ് ചേർക്കണമെങ്കിൽ നമുക്ക് കുഴയ്ക്കുമ്പോഴായാലും നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കാണ്ട് കിട്ടും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് അവസാനം നെയ്യ് ചേർത്ത് കൊടുത്തത്. നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇവിടെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പൊ നെയ്യൊക്കെ എല്ലാ സൈഡിലേക്കും മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു കവർ എടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മൾ ഈ കപ്പലണ്ടി മിഠായിക്ക് മേടിക്കുമ്പോൾ അങ്ങനത്തെ ആയിട്ടുള്ള ഒരു ടൈപ്പ് കവറില്ലേ, അതാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഉള്ളിലേക്ക് ഞാൻ ഫില്ല് ചെയ്ത് കൊടുക്കാൻ പോവാണ്. പൈപ്പിംഗ് ബാഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്താൽ മതി. അപ്പൊ അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ വല്ല കവറും യൂസ് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ അതിലേക്ക് നമുക്കിത് നിറച്ചു കൊടുക്കണം. ഇപ്പൊ ഒരു ഗ്ലാസിന്റെ ഉള്ളിലേക്ക് വെച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഒരു റബ്ബർ ബാൻഡ് ഇട്ടിട്ട് നമുക്കിതൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമുക്കിത് ഉണ്ടാക്കുമ്പോൾ മുകളിൽ കൂടെ പുറത്തേക്ക് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഇതുപോലെ റബ്ബർ ബാൻഡ് ഇട്ടിട്ട് ടൈറ്റ് ചെയ്തെടുക്കുന്നത്. നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇങ്ങനെ ആക്കിയതിന് ശേഷം ഒരു തല മാത്രം നമുക്ക് ഉണ്ടാക്കാറാവുമ്പോൾ ഈ ഒരു തല മാത്രം ഒന്ന് ചെറുതായിട്ടൊന്ന് കത്രിക വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. പാൻ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ റൈസ് ബ്രാൻ ഓയിലാണ് ഒഴിക്കുന്നത്. അപ്പൊ അത് കാരണം ഒരു തവിട് കളറായ കാരണമാണ് ഈ ഒരു കളറിലാണ് ഉള്ളത്. അപ്പൊ റൈസ് ബ്രാൻ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പൊ ഒന്ന് താഴേക്ക് എല്ലാ ലെവലിലേക്ക് എത്താവുന്ന തരത്തിൽ ഒഴിച്ചിട്ടുള്ളൂ. നന്നായി മുങ്ങി വറുക്കുന്ന തരത്തിലൊന്നും ഞാൻ ഒഴിച്ചിട്ടില്ല. ഇതൊന്ന് ചൂടായി വരട്ടെ. ഇപ്പൊ നമ്മുടെ ഓയിൽ ചൂടായി വന്നു തുടങ്ങിയിട്ട് അപ്പൊ ഒരു കത്രിക വെച്ചിട്ട് ഈ തല ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. നമ്മുടെ മാവ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് നമുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഏത് ഷേപ്പിലാണോ വേണ്ടെങ്കിൽ ആ ഒരു ഷേപ്പിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ഇവിടെ എത്തുമ്പോൾ ഒന്ന് കത്തി കൊണ്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി.
എന്നിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. നമ്മുടെ കറക്റ്റായിട്ട് തന്നെ കിട്ടും. നമുക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടെങ്കിൽ ആ ഒരു ഷേപ്പിലേ കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് ചുറ്റിച്ചെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. തീ നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചെടുത്താൽ മതി. ഹൈ ഫ്ലെയിമിൽ വെച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ ആയി കിട്ടും. കണ്ടില്ലേ, ഈ ഒരു കളറായി കിട്ടുക വേണ്ട, അപ്പൊ പെട്ടെന്ന് തന്നെ ആവും. അപ്പൊ നമുക്ക് ആദ്യം ഇട്ടതൊക്കെ മറിച്ചിട്ട് കൊടുക്കാം. അപ്പൊ ഈ ഒരു കളർ ആവണം രണ്ട് സൈഡും, അപ്പോഴാണ് നമ്മുടെ കറക്റ്റ് പാകം. നമുക്കിത് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് മറിച്ചിട്ട് കൊടുത്തോണ്ടിരിക്കുക കേട്ടോ. അപ്പൊ നല്ല സോഫ്റ്റ് ആയിരിക്കും ഉള്ളില്. നമ്മൾ ഈ ഡോണറ്റൊക്കെ നമ്മൾ ഇന്നാളൊരിക്കൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അതിന്റെ ഒരു ടേസ്റ്റ് വരും. എന്നാ കുഞ്ഞേതായിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഈ കറക്റ്റ് ഷേപ്പ് എന്നൊന്നുമില്ല. നമുക്ക് ഈവനിങ് ആയിട്ട് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ സ്നാക്സ്. അതുപോലെ നിങ്ങൾക്ക് ഇനി മുട്ടയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിൽ മുട്ട ചേർക്കേണ്ട, അതിന് പകരം ഒരു നുള്ള് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇതുപോലെ ക്രിസ്പി ആയി വന്നത്, രണ്ട് സൈഡും ക്രിസ്പി ആയിട്ടുണ്ട്. അപ്പൊ അതൊരു സ്റ്റെയിനറിലേക്ക് മാറ്റാം. ഇതേപോലെ ക്രിസ്പി ആയത് മാത്രം മാറ്റിയെടുത്താൽ മതി കേട്ടോ. അപ്പൊ എല്ലാതും കറക്റ്റ് ആയിട്ടില്ല. അപ്പൊ അതുപോലെ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് നോക്കിയതിന് ശേഷം ആയത് മാത്രം നീക്കി വെച്ചാൽ മതി. അപ്പൊ ഇത് ഏകദേശം ആയിട്ടുണ്ട്. ഇത് സ്റ്റെയിൻ ചെയ്യാറായിട്ടുണ്ട്. അപ്പൊ അത് സ്റ്റെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സൈഡ് ഒന്നും കൂടി ആവാനുണ്ട്. അപ്പൊ നമുക്കൊന്നുകൂടി മറിച്ചിട്ട് കൊടുക്കാം. ഇത് ഏകദേശം ആയിട്ടുണ്ട്. ഇത് ഏകദേശം ആയിട്ടുണ്ട്. നമുക്ക് ഇതും കൂടി സ്റ്റെയിൻ ചെയ്തതിന് ശേഷം അടുത്തതും ഇതേപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. രണ്ട് ടീസ്പൂൺ പഞ്ചസാര മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് പൊടിച്ചെടുക്കാൻ പോവാണ്. പഞ്ചസാര ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മളിവിടെ എല്ലാം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ ഒരു ഗ്ലാസ് കൊണ്ട് എന്ന് പറയുമ്പോൾ ഏകദേശം ഇത്രയാണ് ഉണ്ടാവുക. അപ്പൊ ഇതിന്റെ മുകളിലേക്ക് ഞാൻ പഞ്ചസാര പൊടിച്ചതൊന്നിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അരിപ്പയുടെ മുകളിൽ അരിപ്പയെ കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് ഇതിന്റെ മുകളിലേക്ക് കിടക്കും. അങ്ങനെ നമ്മുടെ ദീപാവലി സ്പെഷ്യൽ സ്നാക്സ് ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പം മൈദ ചിലവർക്കാണെന്നുണ്ടെങ്കിൽ ഹെൽത്തി അല്ലാന്ന് പറഞ്ഞിട്ട് ഇഷ്ടമില്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടി വെച്ചിട്ട് അതിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. പക്ഷെ എന്നാലും മൈദയുടെ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. എന്നാലും ടേസ്റ്റ് ഒക്കെ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ദിവസം പുതിയ വെറൈറ്റി റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.